ലീഡിംഗ് ക്യാപ്റ്റൻ നമ്മുടെ ജോഷിയെ കൊണ്ട് ഇന്നലെ നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചു. നമ്മുടെ പ്രേക്ഷകരുടെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സമ്മർദ്ദങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന് നമ്മളോട് പറയും. നെഞ്ചിൽ കേൾക്കാൻ പറ്റും. പക്ഷേ ചരിത്രം തിരുത്താൻ പോവാണ്. അതെ, 33 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിലുണ്ട്. പക്ഷേ ഈ വർഷം വളരെ ഫ്രീ ആയിട്ട് വള്ളം കളിക്കാൻ പറ്റുന്ന ഒരു വർഷം 2026 പുന്നമട ബോട്ട് ക്ലബ്ബ് NCFC നെടുഭാഗം ചുണ്ടനും നല്ല കരുത്തന്മാരുമായിട്ട് അങ്ങോട്ട് പോകണം. ട്രാക്ക് തൊട്ടടുത്താണല്ലോ. വിജയിക്കുമെന്ന് 100% മനസ്സിൽ ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് വാങ്ങിയ ആരോമ ചുണ്ടൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പള്ളാത്തുരുത്തി കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് പള്ളാത്തുരുത്തി വരുന്നു. നടുഭാഗത്തിൽ എവിടെയാണ് സ്ഥാനം? അതായത് ഈ ടീമുകളെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റു വള്ളങ്ങളിൽ ഉണ്ടായിരുന്നവരാണ്. എന്നിട്ടും നമ്മുടെ ടീം മികച്ച സമയത്ത് എത്തിയതാണ്. ഫൈനലിൽ നമ്മൾ 2ാം സ്ഥാനത്ത് തള്ളപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഒന്നാം സമയത്തിൽ വന്നിട്ട് 2ാമത് തള്ളിപ്പോയി എന്നത് അത് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനേക്കാളും മോശം പ്രവർത്തിയിൽ പോലും നമുക്ക് 1ാമത് സമയത്തെത്താൻ കഴിഞ്ഞെങ്കിൽ ഇക്കുറി എല്ലാ പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് മത്സരവേദിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം കുറിക്കാൻ പോവാണ്. അല്ല, ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ രണ്ടുപേരെ ക്യാപ്റ്റനായിട്ട് കിട്ടുക എന്നുള്ളത് തന്നെ അഭിമാനമാണ് 2 പെൺകുട്ടികൾ. കാരണം ഈ വള്ളത്താൽ ഈ പെൺകുട്ടികൾക്ക് കയറാൻ പറ്റുന്നില്ല. ക്യാപ്റ്റനായിട്ടെങ്കിലും ഒരു ഫോട്ടോ എങ്കിലും വള്ളത്താൽ ഒന്ന് ഇരിക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവരിന്ന് ട്രോഫി വാങ്ങും. ചരിത്രം മാറും എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ജോഷി കാവാലം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നമ്മളുടെ നടുഭാഗം ചൂണ്ട നീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി മിന്നൽ പിണറാവാൻ പോകുന്നു 6ാം തമ്പുരാനാണ് ഇവൻ. അപ്പോ നമുക്കൊരു പാട്ട് കൂടാലോ. പിള്ളേരുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടുഭാഗം റിപ്പോർട്ടർ TV കൂടി മനസ്സുകൊണ്ടും നമ്മുടെ നടുഭാഗത്തിനോടൊപ്പം ഉണ്ട്, ഹൃദയം കൊണ്ട് എല്ലാവർക്കും ഒപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ നടുഭാഗം ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ഇറങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവരാണ് ഈ വാരിയേഴ്സ്. പുന്നമട ബോട്ട് ക്ലബിന്റെ തുഴച്ചിലുകാരെയാണ് കാണുന്നത്. അതൊക്കെ ഉഷാറല്ലേ? കഴിഞ്ഞ 40 ദിവസത്തിന്റെ ആവേശമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നടുഭാഗം ചുണ്ടൻ ഇക്കുറി കപ്പുയർത്താൻ പോകുന്നുവെന്ന് ഈ കര മുഴുവൻ വിശ്വസിക്കുന്ന നടുഭാഗം ചുണ്ടൻ. ഹായ് സാർ. ഹായ് കോച്ചാണ്. എങ്ങനെയുണ്ട് നമ്മുടെ അടിപൊളി. ഈ പ്രാവശ്യം നമ്മൾ മൈക്രോ സെക്കൻഡ് പോയതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡിലാണ് ഇവർക്ക് കപ്പ് നഷ്ടപ്പെട്ടത്. ഇക്കുറി ആ മൈക്രോ സെക്കൻഡിന്റെ എല്ലാ അപാകതകളും തെറ്റുകളും തിരുത്തി അവർ തിരികെ വരുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. എന്താ മൈക്രോ സെക്കൻഡ് നമ്മുടെ ഫിനിഷിംഗ് ഉണ്ടായ ഒരു ചെറിയ പോരായ്മയാണ്. ആ പോരായ്മ ഈ പ്രാവശ്യം പരിഹരിച്ച് നമ്മൾ വ്യക്തമായ ലീഡിൽ ഈ പ്രാവശ്യം നെഹ്റു ട്രോഫി പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ, ചരിത്രം കുറിച്ച നടുഭാഗം ചുണ്ടൻ ഇക്കുറി വീണ്ടും ചരിത്രം കുറിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. ആവേശം, ഒരു കലയുടെ ആവേശം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അപ്പോൾ ജോഷി കാവാലം, ഈ പാട്ടാണ് ശരിക്കും ആത്മാവായി മാറുന്നത് അല്ലേ? ഇടിത്താളത്തിലെ ടെക്നിക്ക് ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഒരിക്കലും. ഇല്ല, അത് ശക്തമായ രീതിയിൽ. കാരണം 33 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. തകർത്തിരിക്കും. അവിടെ കൊടുങ്കാറ്റ് പോലെ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ അവിടെ എത്തും. ആണ് സൂപ്പർ. പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? 25% കൂടുതൽ. നമ്മൾ 19 പേരെ വെക്കുന്നുള്ളൂ. വെറും 19 പേരെ. എപ്പോ വേണേലും എണ്ണാം, വീഡിയോ എടുക്കാം, ആളുകളെ എണ്ണാം. പക്ഷെ ഞങ്ങളുടെ 1-2 മലപ്പുറത്തെ കുട്ടികളുണ്ട്, അതുങ്ങളെ കണ്ടാൽ ഹിന്ദിക്കാരാൻ തോന്നും. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കി 19 എണ്ണത്തിന് മാത്രമേ നമ്മൾ ഇരുത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ മലയാളികൾ പുലിയല്ലേ കുട്ടികള്, എന്നെ മിടുക്കന്മാർ നോക്കേ. എന്തിനാണ് ഇവരെ കൊണ്ടുവരുന്നത്? മലയാളികളല്ലേ, ആരോഗ്യമുള്ള പിള്ളേരല്ലേ? എങ്കിൽ നമ്മുടെ പ്രബോധ് വെളിയനാട് നമ്മുടെ പിള്ളേർക്ക് ആവേശം കൊടുക്കാൻ വേണ്ടി പ്രബോധിന്റെ വക 2 വരി വരട്ടെ. നമ്മുടെ ഒരു ആവേശം ഇവർക്ക് കൊടുക്കണമല്ലോ. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവേശം കൊടുക്കാൻ. തന്നാനോ
തന താനന തന്നാന തന്നാനോ. ഓക്കെ രാവുകാലമായി വെള്ളത്തെ കയറാൻ സമയമായി. വളരെ സമയം. ഓക്കെ അപ്പോൾ പ്രിയ പവലിയനെ കാണും. 2 വനിതകൾ ചരിത്രം കുറിക്കാൻ പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നടുഭാഗം കപ്പടിച്ചാൽ കപ്പുയർത്താൻ പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായി പ്രിയപ്പെട്ടവരെ 2 വനിതകളായിരിക്കും. നമുക്ക് കാത്തിരിക്കാം ആ സുവർണ്ണ നിമിഷത്തിന് വേണ്ടി. റിപ്പോർട്ടർ പിന്തുണയ്ക്കുന്നുണ്ട് നിലവിൽ നടുഭാഗത്തെ. അതേസമയം തന്നെ എല്ലാ ടീമുകളും നമ്മളുടെ ടീമാണ്. ആവേശം ഇങ്ങനെ തീ പോലെ പടരാൻ പോകുന്ന നിമിഷങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഒരു പാട്ടുകാരി കൂടി നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ. പാട്ടുകാരിയുടെ പേരെന്താ? നമുക്ക് അങ്ങോട്ട് നടന്നാലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നടുഭാഗം. ഇതൊരു താൽക്കാലിക വള്ളപ്പുരയാണ്. ഇവിടെ നിന്നാണ് നീറ്റിലേക്ക് ഇറങ്ങിയത്. ഇനി വരുന്ന നിമിഷങ്ങൾ വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ്. 71 വള്ളങ്ങൾ, അതിൽ 22 ചുണ്ടൻ വള്ളങ്ങൾ. ആ 22 ചുണ്ടൻ വള്ളങ്ങളിൽ നിലവിൽ 6 ഹീറ്റ്സുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. അതിലത്തെ ആദ്യത്തെ 3 ഇക്കുറി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. 1ാം ഹീറ്റ്സ്, 3ാം ഹീറ്റ്സ്, 5ാം ഹീറ്റ്സ്. ഈ 3 ഹീറ്റ്സുകളാണ് മരണ ഗ്രൂപ്പായിട്ട് ഒന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. 1ാം ഹീറ്റ്സ്, 3ാം ഹീറ്റ്സ്, 3ാം ഹീറ്റ്സ്, 5ാം ഹീറ്റ്സ്. 5ാം ഹീറ്റ്സ്. അതിൽ 1ാം ഹീറ്റ്സിലാണ് തലവടി ചുണ്ടനും വിയവരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. തലവടിയും വീവറും. അക്കരെ നമ്മൾ നടുഭാഗം ഇറങ്ങുന്നത് എപ്പോഴാണ്? 3ാം ഹീറ്റ്സ്. 3ാമത്തെ ഹീറ്റ്സ് ആണ്. നമ്മുടെ വെല്ലുവിളിയാണ് മേൽപ്പാടം ചൂടനാണ്. മേൽപ്പാടം ചൂടനാണ്. അപ്പൊ മേൽപ്പാടനുണ്ട്, പള്ളാത്തുരുത്തിയും പുന്നമടയുമാണ്. പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം, പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം, പുന്നമടയുടെ നടുഭാഗവും. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നടുഭാഗം വിജയം ആഘോഷിക്കും. ഉറപ്പാണ്. ഇതാണ് ആത്മവിശ്വാസം, ഒരു നാടിന്റെ കരുത്ത്. അപ്പോൾ ചരിത്രത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ആവേശം കണ്ടില്ലേ? നാടിന് എന്തൊരു ഉത്സവമാണ്. 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം തുടരും. പുഞ്ചക്കാറ്റിൽ പാറുന്നേ, കായൽ തിരകൾ പാടുന്നേ, തെയ്യം തകതീരോ ആഴിക്കുന്നോടാടുന്നേ, ആവേശത്തിര കീറുന്നേ, രാജചുണ്ടൻ തുള്ളുന്നേ, തെയ്യം തകതീരോ.